Dear students, അപ്പോൾ നമ്മൾ പ്രൊവിഷൻസിൽ പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ചില പ്രൊവിഷൻസ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോൺ ബാങ്കിങ് അസറ്റ് എന്താണെന്ന് നോക്കി, സെക്കൻഡ് വൺ ക്യാപിറ്റൽ മിനിമം ക്യാപിറ്റലും റിസർവ്സ് എന്താണെന്ന് നോക്കി, തേർഡ് വൺ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് എക്സെട്ര ഓൺ ഷെയർസ്. അപ്പോൾ ഇതിൽ യൂഷ്വലി നമ്മളിപ്പോൾ ഏതൊരു കമ്പനി ആയിക്കോട്ടെ, കമ്പനി വന്നിട്ട് ഷെയർസോ ഡിബഞ്ചേഴ്സോ മറ്റുള്ള സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് ദാറ്റ് ഈസ് ബ്രോക്കറിന് കമ്മീഷന് ബ്രോക്കറേജ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് ദാറ്റ് ഈസ് ബാങ്കിങ് കമ്പനീസും ബാങ്ക്സും ബാങ്കിൻ്റെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് ദാറ്റ് ഈസ് ബ്രോക്കറേജ് ഫീസും അതുപോലെ കമ്മീഷനൊക്കെ ബ്രോക്കറിന് കമ്മീഷനൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയുള്ള പ്രൊവിഷൻ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സെക്ഷൻ 13 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ബാങ്ക് വന്നിട്ട് ബാങ്കിങ് കമ്പനി എന്ത് ചെയ്യാം, ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്മീഷൻ കൊടുക്കാം. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് മോർ ദാൻ 2.5% ഓഫ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ദ സച്ച് ഷെയർസ്. അപ്പോൾ പെയ്ഡ് അപ്പ് വാല്യൂയുടെ മാക്സിമം 2.5% മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കമ്മീഷനായിട്ട്. മോർ ദാൻ ദാറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്നാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ 13 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം. ദാറ്റ് ഈസ് സെക്ഷൻ 13 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് provides that no banking company shall pay directly or indirectly commission, brokerage, discount or remuneration for issue of shares by it for any amount exceeding 2.5% of the paid up value of such shares. അപ്പോൾ that is maximum up to 2.5% of the paid up value മാത്രം കൊടുക്കാൻ പാടില്ല. it should not exceed. ഈ കമ്മീഷനോ ബ്രോക്കറേജ് 2.5%-നേക്കാളും കൂടാൻ പാടില്ല. അതാണ് കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് എന്ന് പറയുന്നത് സെക്ഷൻ 13. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ഡിവിഡൻഡ്. ഇനി ഡിവിഡൻഡിന്റെ കേസിൽ യൂഷ്വലി എല്ലാ കമ്പനീസും കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന് എന്ത് കൊടുക്കാറുണ്ട്, ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാറുണ്ട് ഇല്ലേ. അപ്പം ദാറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ ആണ് എന്ത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇൻ ദ സെയിം വേ ദാറ്റ് ഈസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനും എന്ത് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കണം. ബട്ട് ഇവിടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ ദാറ്റ് ഈസ് എല്ലാ ദാറ്റ് ഈസ് ക്യാപിറ്റലൈസ് എക്സ്പെൻസസ് എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. ബേസിക്കലി മറ്റുള്ള കമ്പനീസിനെ പോലെയല്ല ബാങ്കിങ് കമ്പനീസിന്റെ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഡിവിഡൻഡിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദാറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 15 എ ബാങ്കിങ് കമ്പനി cannot pay dividend until all its capitalized expenses have been completely written off. അപ്പോൾ എല്ലാ ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെ എന്ത് കൊടുക്കാൻ പാടില്ല, ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് നോക്കൂ. ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഓർഗനൈസേഷൻ എക്സ്പെൻസസ്, ഷെയർ സെല്ലിംഗ് commissions, brokerage, amounts of losses incurred by tangible asset or any other item expenditure not represented by the tangible assets. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് സച്ച് ആസ് പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനി ഫേസ് ചെയ്യുന്ന ചില എക്സ്പെൻസസ്. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ടൈമിൽ ഫേസ് ചെയ്യുന്ന എക്സ്പെൻസസിനാണ് പ്രിലിമിനറി എക്സ്പെൻസസ് പറയുന്നത്. അതേപോലെ ഷെയർസും മറ്റുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ബ്രോക്കറേജ്, അതുപോലെ ഷെയർ സെല്ലിംഗ് കമ്മീഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ്. അപ്പോൾ ഈ ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെ എന്ത് കൊടുക്കാൻ പാടില്ല, ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പൽസറി റിസർവ് ആസ് പെർ ലോ പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി എല്ലാ കമ്പനീസും കുറച്ച് റിസർവ്സ് ദാറ്റ് ഈസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, റിസർവ് ആക്കി മാറ്റി വെക്കാറുണ്ട്. ഓക്കെ, ഇനി ബാങ്കിങ് കമ്പനീസും അതേപോലെ ദാറ്റ് ഈസ് കമ്പൽസറി ആയിട്ട് സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ദാറ്റ് ഈസ് മിനിമം 25% ഓഫ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റിൻ്റെ 25% ഓഫ് ദ പ്രോഫിറ്റ് എന്ത് ചെയ്ത് വെക്കണം, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്
റിസർവ് ആക്കി മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട് ഏത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലും. ഓക്കെ, അപ്പോൾ നോക്കാം ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അനുസരിച്ച് അണ്ടർ സെക്ഷൻ 17 ബാങ്കിങ് കമ്പനീസ്, അപ്പോൾ അണ്ടർ സെക്ഷൻ 17 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 17 ബാങ്കിങ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് കമ്പനീസ് എന്ത് ചെയ്യണം? ഷാൽ ട്രാൻസ്ഫർ എവ്രി ഇയർ ഏതെങ്കിലും ഒരു വർഷമല്ല, എല്ലാ വർഷവും at least 25% of its profit before any dividend is declared to the statutory reserve until the amount of reserve together with the securities premium account is equal to the paid up capital. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് ഏതൊരു ബാങ്കിങ് കമ്പനി ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് കമ്പനി അവരുടെ പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ബിഫോർ ഡിവിഡൻഡ് പെയ്ഡ്, ആ പ്രോഫിറ്റ് മിനിമം 25% ഓഫ് എമൗണ്ട് എന്താക്കി മാറ്റി വെക്കണം? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആക്കിയിട്ട് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കമ്പനിക്ക് ലോസ് ആണെങ്കിൽ മാറ്റി വെക്കണോ? വേണ്ട, കാരണം പ്രോഫിറ്റ് ബിഫോർ ഡിവിഡൻഡ് ആണ്, ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് ആണ്. അപ്പോൾ കമ്പനിക്ക് ലോസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോ നീഡ് ടു മെയിൻറ്റെയിൻ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ വർഷവും മിനിമം 25% ഓഫ് ദ പ്രോഫിറ്റ് എന്തായിട്ട് മാറ്റി വെക്കണം? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആക്കി മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഇനി എന്തിനാ ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മാറ്റി വെക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഈസ് ടു പ്രൊവൈഡ് മോർ സെക്യൂരിറ്റീസ് ടു ദ ഡെപ്പോസിറ്റർ ഓഫ് ദ ബാങ്ക്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റേഴ്സിന് അതൊരു സെക്യൂരിറ്റീസ് പോലെയാണ്. അവർക്കൊരു ഫീലിംഗ്, സെക്യൂരിറ്റീസ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ത് ചെയ്യുന്നത്? മാറ്റി വെക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, അയ്യോ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ട് ലോസ് ആവോ, എനിക്ക് തിരിച്ചു കിട്ടുമോ, ഞാൻ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടുമോ, കമ്പനിയുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവുമോ, ഇനി ബാങ്ക് വന്നിട്ട് പൊട്ടിപ്പാളീസാവോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ കമ്പനിയുടെ ദാറ്റ് ഈസ് ബാങ്ക്സ് എല്ലാ വർഷവും ഈ 25% ഓഫ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? റിസർവ് ആക്കി മാറ്റി വെക്കുമ്പോൾ ഡെപ്പോസിറ്റേഴ്സിന് ഒരു സെക്യൂരിറ്റീസ് ഫീലിംഗ് ഉണ്ട്. ഓക്കെ കമ്പനിയുടെ അടുത്ത് റിസർവ് ഉണ്ട്, സോ ആ റിസർവ് ദേ വിൽ റീപേ ദ ഡെപ്പോസിറ്റേഴ്സിന് അവരുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് റീപേ ചെയ്യും എന്നുള്ളൊരു സെക്യൂരിറ്റീസ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ക്യാഷ് റിസർവ്. ക്യാഷ് റിസർവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് കമ്പനീസ് യൂഷ്വലി എല്ലാ കമ്പനീസും എല്ലാ കമ്പനീസല്ല, മെയിൻലി ബാങ്കിങ് കമ്പനീസാണ് പ്രോഫിറ്റ് സെർട്ടൺ പെർസെൻറ്റേജ് എന്തായിട്ട് മാറ്റി വെക്കുന്നുണ്ട്? ക്യാഷ് റിസർവ് ആയിട്ട് RBIയുടെ അടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. സോ ഈ ക്യാഷ് റിസർവ്സ് മാറ്റി വെക്കുന്ന സമയത്ത് ബാങ്കിങ് കമ്പനീസിന് എന്തെങ്കിലും ഒരു കണ്ടിജൻസീസ് ഫേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാഷിൻ്റെ നീഡ് വരുന്ന സമയത്ത് RBIയുടെ അടുത്ത് നിന്ന് ആ ക്യാഷ് എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ അതിനു വേണ്ടി മാറ്റി വെക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. So under section 18 of the Banking Regulation Act, banks are required to maintain with the RBI a cash reserve of at least 3% of its total demand and time liabilities. ഇവിടെ ടൈം ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ലയബിലിറ്റീസ്? സോ ഇവിടെ അവരുടെ എത്രയാണോ അവരുടെ ഇതുള്ളത് ഡെപ്പോസിറ്റ് ലയബിലിറ്റീസ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഏതൊരു ബാങ്കിന് അവരുടെ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ് 3% ഓഫ് എമൗണ്ട് എന്ത് ചെയ്യണം? ക്യാഷ് റിസർവ് ആയിട്ട് മിനിമം 3% ഓഫ് റിസർവ് ക്യാഷ് റിസർവ് ആയിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം വിത്ത് RBIയുടെ അടുത്ത് എമൗണ്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ബാങ്ക്സിന് എപ്പോഴെങ്കിലും നെസസറി ഫീൽ ചെയ്യുന്ന നേരത്തെ ആ റിസർവ് എന്ത് ചെയ്യാം? ക്യാഷ് റിസർവ് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അറ്റ് പ്രസന്റ് ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് ഇവിടെ 3% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൗ ഇറ്റ് ഈസ് 4% ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്തോളൂ. Then RBI can raise the cash reserve up to 15%. RBI has the right to increase the cash reserve outcome. That is economic condition അനുസരിച്ച് ക്യാഷ് റിസർവ് കൂട്ടാനും കുറയ്ക്കാനും ആർക്ക് റൈറ്റ് ഉണ്ട്? RBIക്ക് റൈറ്റ് ഉണ്ട്. മിനിമം പറഞ്ഞത് എത്രയാണ്? 3% ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് വിത്ത് RBI. Now it is at present scenario ക്യാഷ് റിസർവ് റേഷ്യോ CRR എന്ന് പറയുന്നത് എത്രയാണ്? 4% ആണ്. ഇത് എക്കണോമിക് കണ്ടീഷൻസ് അനുസരിച്ച് എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ചസ് വരാം. ഓക്കെ, ദെൻ
Next one, after cash reserve, next one is statutory liquidity ratio, SLR എന്ന് പറയും. ഓക്കെ, സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോനെ SLR എന്ന്, ക്യാഷ് റിസർവിന് CR എന്നും പറയും. ഓക്കെ, CRR എന്ന് പറയും. CRR, ക്യാഷ് റിസർവ് റേഷ്യോ, CRR എന്ന് പറയും. Now, statutory liquidity ratio പറയുന്നത് എന്താണ്? That is in addition to CRR പുറമെ ബാങ്ക്സ് വന്നിട്ട് ദാറ്റ് ഈസ് വേറൊരു റിസർവും കൂടെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് മെയിൻറ്റെയിൻ, വേറൊരു റിസർവും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് SLR. SLR പറയുന്നത് എന്താണ്? 25% ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ദാറ്റ് ഈസ് ബാങ്കിന്റെ എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ, ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ് എത്രയുണ്ടോ അതിന്റെ 25% എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ റിസർവ്, ഈ SLR എങ്ങനെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം? ഐദർ ഇൻ ക്യാഷ് ആയിട്ടോ, അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ, അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ടോ, ദാറ്റ് ഈസ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ടോ എന്ത് ചെയ്യാം? SLR മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി SLR വന്നിട്ട് വേരിയസ് ആണ്. 25% to 40% വരെ അതെന്ത് ചെയ്യും? വേരിയസ് ആവും. ഓക്കെ, മിനിമം പറയുന്നത് എത്രയാണ് മെയിൻറ്റെയിൻ? അറ്റ്ലീസ്റ്റ് എത്ര പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 25% ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, SLR എന്താന്ന് നോക്കുക. ഇൻ അഡീഷൻ ടു CRR, the banks are required to maintain at least 25% of the demand and time liabilities. ഇവിടെ ബാങ്കിന്റെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്പോസിറ്റ്സ് ആണ്. കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഡെപ്പോസിറ്റ്, ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. കാരണം ഈ ഡെപ്പോസിറ്റ്സ് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ബാങ്കിന്റെ അത് ലയബിലിറ്റി, ഡെപ്പോസിറ്റ്സിന് ലയബിലിറ്റി എന്ന് പറയാൻ കാരണം. ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് അസറ്റ്സ് സച്ച് ആസ് ക്യാഷ് ആയിട്ടോ, ഗോൾഡ് ആയിട്ടോ, അല്ലെങ്കിൽ unencumbered approved securities. Unencumbered approved securities പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? That is marketable securities. Okay, SLR may vary from 25% to 40% വരെ എന്ത് ചെയ്യും? വേരീസ് ചെയ്യും. ഇത് വേരി ചെയ്യുന്നത്, ഈ SLR വേരീസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് SLRലും വേരിയേഷൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് റെസ്ട്രിക്ഷൻസ്. ലോൺസും അഡ്വാൻസസിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്കറിയാം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇയർ 1949 ആണ്. അപ്പോൾ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ അമെൻമെന്റ്, ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഏത് ഇയർ ആണ്? ഇതിന്റെ ഇയർ 1968 ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ 1968 ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ റെസ്ട്രിക്ഷൻസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ബാങ്കിലെ ലോൺ ചോദിക്കുന്ന എല്ലാവർക്കും ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യോ? ഇല്ല. ചില കസ്റ്റമേഴ്സിന് ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്? ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനാണ് ബാങ്ക് ലോൺ ആൻഡ് അഡ്വാൻസസ് റെസ്ട്രിക്ഷൻ ചെയ്തിരിക്കുന്നത്, കൊടുക്കാതിരിക്കുന്നത്? വെദർ എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ലോൺ കിട്ടുമോ, അതോ ആർക്കൊക്കെയാണ് ലോൺ കൊടുക്കാത്തത് എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സർട്ടൺ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ സർട്ടൺ ആൾക്കാർക്ക് ബാങ്ക് എന്ത് ചെയ്യില്ല? ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ ആർക്കൊക്കെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യാത്തത് എന്നുള്ളത് നോക്കാം. സോറി, no banking companies can grant loans and advances on the security of its own shares. അപ്പൊ ബാങ്കിന്റെ സ്വന്തം ഷെയറുടെ സെക്യൂരിറ്റിയുടെ മുകളിൽ എന്ത് കൊടുക്കാൻ പാടില്ല? ലോണ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് ധനലക്ഷ്മി ബാങ്കിന്റെ എന്തുണ്ട്? ഷെയർസ് ഉണ്ടെന്ന് വെക്കാം. ഞാൻ ഈ ഷെയർസിന് എന്ത് ചെയ്യാണ്? ഈ ഷെയർസിനെ സെക്യൂരിറ്റി ആയി വെച്ചിട്ട് എനിക്ക് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടില്ല? ലോണ് കിട്ടില്ല. കാരണം എന്താണ്? ബാങ്കിന്റെ സ്വന്തം സെക്യൂരിറ്റീസിന്റെ മുകളിൽ, ബാങ്കിന്റെ സ്വന്തം ഷെയർസോ ഡിബെഞ്ചേഴ്സിന്റെ മുകളിൽ എന്ത് കൊടുക്കാൻ പാടില്ല? ലോണ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് SBIയുടെ ഷെയർസ് ആണ് ഉള്ളതെങ്കിൽ ആ SBIയുടെ ഷെയർസ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ബട്ട് സെയിം ബാങ്കിന്റെ സെക്യൂരിറ്റീസ് വെച്ചിട്ട്, ഷെയർസോ ഡിബെഞ്ചേഴ്സോ വെച്ചിട്ട് ആ ബാങ്കിൽ തന്നെ ഞാൻ ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ വോണ്ട് ഗെറ്റ് ദ ലോൺ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആരാണ്? സെയിം സെക്യൂരിറ്റീസ് വെച്ചിട്ട്, ഇറ്റ്സ് ഓൺ ഷെയർസ് വെച്ചിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യില്ല? ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യില്ല. ദെൻ സെക്കൻഡ് വൺ, it cannot also commit itself to granting any loans and advances to or any on behalf of. ഇനി ഇതിന് പുറമെ ലോണ് കൊടുക്കാത്ത വേറൊരു കാറ്റഗറിയാണ് എനി ഓഫ് ഇറ്റ്സ് ഡയറക്ടേഴ്സ്. ഇപ്പൊ ബാങ്കിന്റെ ഡയറക്ടേഴ്സ് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് അവർക്ക് ലോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കില്ല? ലോണ് കൊടുക്കില്ല. അതേപോലെ ഡയറക്ടേഴ്സ് ഓൺ ബിഹാഫ് ഓഫ്, ഡയറക്ടേഴ്സിന്റെ ബിഹാഫ് ആയിട്ട് വേറെ ആരെങ്കിലും ലോൺ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ
അവർക്കും എന്ത് കൊടുക്കില്ല, ലോണ് കൊടുക്കില്ല. അപ്പോൾ ആ സ്വന്തം ബാങ്കിൻ്റെ ഡയറക്ടേഴ്സിന്റെ ബിഹാഫിനോ എന്ത് കൊടുക്കില്ല, ബാങ്ക് ലോൺസോ അഡ്വൈസസോ കൊടുക്കില്ല. Okay, any of the firm in which any of its director is interested as a partner, manager, employee or guarantor. If ഈ ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കത്തെ ഡയറക്ടർ വേറൊരു ഫേമിൽ വേറൊരു കമ്പനിയിൽ ഡയറക്ടറോ വേറൊരു കമ്പനിയുടെ മാനേജറോ വേറൊരു കമ്പനിയുടെ എന്താണ് എംപ്ലോയിയോ ഗ്യാരണ്ടിയറോ ആണെങ്കിൽ ആ കമ്പനിക്കും എന്ത് പ്രൊവൈഡ് ചെയ്യില്ല, ലോണ് പ്രൊവൈഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ധനലക്ഷ്മി ബാങ്കിന്റെ ഡയറക്ടർ ആണെന്ന് വെക്കുക, ഞാൻ വന്നിട്ട് ഒരു ABC പറഞ്ഞ കമ്പനിയുടെ മാനേജർ ആണെന്ന് വെക്കുക. അപ്പൊ ഈ ABC കമ്പനിക്ക് ധനലക്ഷ്മി ബാങ്ക് എന്ത് കൊടുക്കില്ല, ലോൺ കൊടുക്കില്ല. കാരണം എന്താണ്, ധനലക്ഷ്മി ബാങ്കിന്റെ ഡയറക്ടറാണ്, ഏത് ABC കമ്പനിയുടെ മാനേജറാണ്. അപ്പൊ അങ്ങനെയുള്ള കമ്പനിക്കും ബാങ്കർ എന്ത് കൊടുക്കില്ല, ലോണ് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ എനി ഡയറക്ടർ ഹു ഈസ് ദ മാനേജർ ഓർ എംപ്ലോയി ഓർ ഗ്യാരണ്ടി ഓഫ് എനി ഫേം, വേറെ ഏതെങ്കിലും ഒരു ഫേമിലെ മാനേജറോ ഡയറക്ടറോ ആയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്കും എന്ത് കൊടുക്കില്ല, ലോണ് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ മെയിൻലി ലോൺ പ്രൊവൈഡ് ചെയ്യാത്തത് ആർക്കൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനിയുടെ സെയിം ബാങ്കിന്റെ ഷെയർസ് വെച്ചിട്ട് ആരെങ്കിലും ലോൺസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഷെയർസിന്റെ മുകളിൽ എന്ത് കൊടുക്കില്ല, ആ സെക്യൂരിറ്റീസിന്റെ മുകളിൽ ലോൺ കൊടുക്കില്ല. സെക്കൻഡ് വൺ, കമ്പനിയുടെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് ഓൺ ബിഹാഫ് ആയിട്ടുള്ളവർക്കും എന്ത് കൊടുക്കില്ല, ലോൺ പ്രൊവൈഡ് കൊടുക്കില്ല. ഇനി എനി ഫേം, വേറെ ഏതെങ്കിലും ഒരു ഫേമിൽ ഇൻ വിച്ച് എനി ഡയറക്ടർ കമ്പനി ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ഡയറക്ടർ മാനേജറോ എംപ്ലോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലെ ഡയറക്ടറോ ആയിട്ടുണ്ടെങ്കിൽ ആ ഫേമിനും എന്ത് പ്രൊവൈഡ് ചെയ്യില്ല, ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, then in the next one എന്താ പറയുക, any individual in respect of whom any of its director is a guarantor. ഇനി വേറെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിന് ഡയറക്ടർ വന്നിട്ട് എന്താവുകയാണ്, ഗ്യാരണ്ടർ ആവുകയാണ്. ആ സമയത്തും അവർക്കും എന്ത് ചെയ്യില്ല, ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. ഇഫ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഞാൻ ധനലക്ഷ്മി ബാങ്കിലെ ഡയറക്ടർ ആണെന്ന് പറഞ്ഞു, ഞാൻ ഒരു പേഴ്സണ് രാം പറഞ്ഞ ഒരാളിന് ഗ്യാരണ്ടി ചെയ്യണം, ഓക്കെ ഇവന് ലോൺ കൊടുക്കുക പറഞ്ഞിട്ട് ഞാൻ ഗ്യാരണ്ടി കൊടുക്കുക നിൽക്കുകയാണെന്ന് വെച്ചാലും ആ പേഴ്സണും എന്ത് പ്രൊവൈഡ് ചെയ്യില്ല, ലോണ് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, ഇനി ദെൻ അപ്പൊ മനസ്സിലായോ ഏതൊക്കെ 4 സിറ്റുവേഷനിൽ ലോൺ പ്രൊവൈഡ് ചെയ്യാത്തത് എന്നുള്ളത് ക്ലിയർ ആയോ? സോ ഇതൊക്കെയാണ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്.